ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ള ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഇറാൻ യു എസ് അവിടെ ഒരു സാങ്ഷൻ എന്താണ് ഫിനാൻഷ്യലി ഇറാൻ അൺസ്റ്റേബിൾ ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അമേരിക്ക കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കുമോ എന്നുള്ളത് കണ്ടറിയാം. ഇന്ന് അതിൻ്റെ കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. സോ ഒരു അറ്റാക്ക് എന്താണ് ഫിസിക്കൽ അറ്റാക്ക്, യുദ്ധം, ഉപകരണങ്ങൾ വച്ചുള്ള യുദ്ധങ്ങൾക്ക് പകരം ഫിനാൻഷ്യലി പ്രഷർ ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് അമേരിക്ക അടുത്ത സ്ട്രാറ്റജിയിലേക്ക് മാറുന്നുണ്ട്. എത്ര കണ്ട് വർക്കാവും എന്നുള്ളത് അറിയില്ല. ഹോർമസ് സ്റ്റിൽ ഇറാനെ എപ്പോൾ വേണമെങ്കിലും ഹോർമസിനെ തിരിച്ചു പിടിക്കാനുള്ള കഴിവുള്ള സ്ഥിതിക്ക് അത് വർക്കാവും എന്നുള്ളത് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് ഒരു യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ തന്നെ നടപ്പുണ്ട്. ക്രൂഡ് ഓയിൽ $92 ചുറ്റുവട്ടത്ത് തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റം വരുന്നില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില തൽക്കാലം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് താൽക്കാലികമായി അതിനെ അങ്ങ് മറന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സിറ്റുവേഷൻ. 96 മേളിലോ 100 മേളിലോ പോയാലായിരിക്കും അത് എവിഡൻ്റായിട്ട് വരാനുള്ള സാധ്യത. ഓക്കെ, അടുത്ത് മറ്റ് ഡേറ്റാസ് എന്ന് പറഞ്ഞ് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഒരേ ഒരെണ്ണം ബാങ്കിങ് സെക്ടറുമായിട്ട് ബാങ്കിലേക്കുള്ള കുറച്ച് ഫണ്ട് ഇൻഫ്ലോസ് വരുന്നുണ്ട്. അത് അത്യാവശ്യം വലിയൊരു സംഖ്യയാണ്. അത് എമൗണ്ട് ഫണ്ട് ഇൻഫ്ലോ വരുന്നതോടുകൂടി ഫോറിനിൽ നിന്ന് വരുന്ന ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് വരുന്നതോടുകൂടി നമ്മുടെ ബാങ്കിങ് സെക്ടർ കുറച്ചുകൂടെ റിവൈവ് ചെയ്യും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്ന തിയററ്റിക്കലി പറയുന്ന ഡേറ്റ. മാർക്കറ്റ് മുന്നോട്ട് പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്നാലും ഫോക്കസ് ചെയ്യാനുള്ള 3 സ്റ്റോക്സ്, ഒന്ന് HDFC ബാങ്ക്, രണ്ടാമത്തെ ICICI ആൻഡ് മൂന്നാമത്തത് SBI എന്നുള്ള 3 ബാങ്ക് തന്നെയാണ്. ഞാൻ പേഴ്സണലി എപ്പോഴും ഫോക്കസ് ചെയ്യുക ICICI ബാങ്ക് ഓർ SBI എന്നുള്ളതാണ്. HDFC ബാങ്ക് മാർക്കറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻഫ്ലോ ചെയ്യുന്ന സ്റ്റോക്ക് HDFC ബാങ്കാണ്. സോ ദാറ്റ് അവർക്ക് പെട്ടെന്ന് മാർക്കറ്റിനെ ഒന്ന് താഴെ ഇറക്കണമെങ്കിലോ മാർക്കറ്റിനെ ഒന്ന് മേളിലേക്ക് കൊണ്ടുപോകണമെങ്കിലോ ആദ്യം അവർ ഫണ്ട് ഇൻഫ്ലോ ചെയ്യുക ഇല്ലെങ്കിൽ ഔട്ട്ഫ്ലോ ചെയ്യുക HDFC ബാങ്കാണ്. സോ അത്രയും വൾനറബിലിറ്റി ഉള്ളൊരു സ്റ്റോക്കിൽ ഞാൻ പേഴ്സണലി പോകാറില്ല. അപ്പോൾ ഈ 2 സ്റ്റോക്സ് നോക്കുക. SBI ഒക്കെ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ നല്ല സ്റ്റോക്കുകളുടെ ലിസ്റ്റിനകത്ത് റെക്കമെൻഡ് ചെയ്തിരുന്നു. ICICI ബാങ്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ വാച്ച് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ കാര്യമായിട്ട് സപ്പോർട്ടിൽ നിന്ന് നിൽക്കുന്നുണ്ട്. ഒരു 1.5% കയറിയിട്ടുണ്ട് പല സ്റ്റോക്കുകളും. അത് വാച്ച് ലിസ്റ്റ് വയ്ക്കുക. പ്രത്യേകിച്ചും സെയിൽ അത്യാവശ്യം താഴെ വന്നിട്ടുണ്ടായിരുന്നു. ടാറ്റ സ്റ്റീല് ഞാൻ പേഴ്സണലി ഫോക്കസ് ചെയ്യുക. ഹിൻഡാൽക്കോയാണ്. ഈ ഇത്രയും സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ വയ്ക്കുക. ഒരു അത്യാവശ്യം നല്ലൊരു മുന്നേറ്റത്തിന് ശേഷം താഴെ വന്നിരുന്നു. ഇപ്പോൾ സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് നോക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് മാർക്കറ്റ് ഗുഡല്ല, മാർക്കറ്റ് സ്ട്രക്ചർ ഗുഡല്ല, ബട്ട് സ്റ്റിൽ സപ്പോർട്ടിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു മാർക്കറ്റാണ്. സോ അത് ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഗുഡ്. ഇല്ല, അത് കയറി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വലിയ മുന്നേറ്റം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ ചാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഇത് ഇത്രയും ഇൻവെസ്റ്ററിനെ റിലേറ്റ് ചെയ്ത് പറയുന്നത് ഈ കഴിഞ്ഞ അടുത്ത ആഴ്ചകളിലേക്കുള്ള ഡേറ്റാസാണ് ഞാൻ ഷെയർ ചെയ്തതെങ്കിൽ അടുത്ത് ഡെയിലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടെ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, ഇത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റിയുടെ ചാർട്ടിൽ മാർക്കറ്റ് ഒരു സൈഡ് വേസ്, ഒരു സപ്പോർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിരുന്നു. ആ ബ്രേക്ക് ചെയ്ത് അതൊന്ന് താഴേക്ക് പോയെങ്കിലും തിരിച്ച് വീണ്ടും മാർക്കറ്റ് വന്ന് ആ ഒരു ഏരിയയ്ക്ക് മേളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് 24,380 റേഞ്ചാണ് മാർക്കറ്റ് കാണിക്കുന്നതെങ്കിൽ ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുക ഒരു 340-നും
ഒരു 380 ഇടയിലുള്ള ഒരു ഏരിയ, ഞാൻ 370 ഇടയിലുള്ള ഈ ഒരു ഏരിയ ആയിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്യുക. സോ ഈ ഒരു ലൈന് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 360 റേഞ്ച്, ഇല്ലെങ്കിൽ 340 മുതൽ 360 കൂടെയുള്ള ഈ ഒരു ഏരിയ മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ മാർക്കറ്റ് ഒരു അപ്സൈഡ് പ്രഷർ കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഓൾറെഡി ഒരു അപ്സൈഡ് പ്രഷറിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഇങ്ങനെ പോയതായിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, അടുത്ത് ഇത് കയറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതയുള്ള ഏരിയ ഈ ഒരു ഏരിയാസ് ആണ്. ഓക്കെ, ഈ ഒരു ഏരിയ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ഏരിയ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയിൽ മാർക്കറ്റ് വന്ന് തട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ അവിടെ ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ലൈൻ എന്ന് പറയുന്നത് 24,350 റേഞ്ചാണ്. ഈ 24,350 അടുത്തായിരിക്കും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഇതിന് മേളിലെയാണോ മാർക്കറ്റിൻ്റെ ഭൂരിഭാഗ സമയം ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റിന് മേളിലേക്ക് പോകാനുള്ള പ്രഷറും 24,440 ഫസ്റ്റ് ടാർഗറ്റ്, 500-520 ഫൈനൽ ടാർഗറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. 600 ഉണ്ട് ഫൈനൽ ടാർഗറ്റ്സ്, ബട്ട് അതിലേക്ക് പോകാനുള്ള ഒരു ഡേറ്റ മാർക്കറ്റിന് കാര്യമായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ലെവല് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാന്നുള്ള മെയിൻ 2 ലെവൽസാണ്. മറ്റത് മാർക്കറ്റിൽ ഹൈ ബുള്ളിഷ്നെസ് ഉള്ള ഒരു സമയത്താണ് ഈ 3 ലെവലും ടച്ച് ചെയ്യാനുള്ള സാധ്യത ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് നിന്നാൽ പോലും ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഗുഡ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പിന്നീട് എടുക്കുന്ന ഡിസിഷൻസ് ആണ് മാർക്കറ്റിൻ്റെ മുന്നിലേക്ക് പോവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൈന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 240 മുതൽ 280 വരെയുള്ള ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വീഴുകയും അടുത്ത ഏരിയ ആയിട്ടുള്ള 120 ഇല്ലെങ്കിൽ 140 to 100 റേഞ്ചിലേക്ക് മാർക്കറ്റ് വീഴാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 24,040-നും 24,000-നും ഇടയിലുള്ള അടുത്ത മെയിൻ സപ്പോർട്ട്. ഇതിന് താഴേക്ക് പോകാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെയും 2 ലൈൻ പറഞ്ഞിരുന്നു, 1, 2 ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം. അടുത്ത ഒരു താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 24,240, 24,100 മാക്സിമം ആണ്. മാർക്കറ്റ് ഇങ്ങനെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് ഇല്ല എങ്കിൽ പോലും ഇതാണ് മാക്സിമം ലെവൽ എന്ന് പറയുക. സോ ഈ ഒരു ലെവല് വാച്ച് ചെയ്യുക. സോ 350, 240, 100 ഇല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, എന്നാലും ഈ ഒരു ഏരിയ. അപ്പോൾ ഈ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയകൾ ഈ ഒരു ഏരിയ മാക്സിമം ഇത്രയും ഒരു ഏരിയ ആയിരിക്കും മാർക്കറ്റിന് നിങ്ങൾ വാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആക്ച്വലി ട്രേഡറിന്, ഓപ്ഷൻ ബയ്യറിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റല്ല, മൂവ്മെൻറ്റ് കിട്ടുന്ന സ്കാൽപ്പിംഗ് ക്യാൻഡലിൽ മാത്രം ട്രേഡ് ചെയ്യുക. ആ മാർക്കറ്റിൽ നല്ല ട്രേഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ട്രേഡ് കയറണ്ട. എടുത്തു വച്ചിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളതല്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രേഡ് ചെയ്യുക. സോ എക്സ്പെക്റ്റിംഗ് ക്യാൻഡിൽ അറൗണ്ട് 24,360 തന്നെയാണ്. അപ്പോൾ കയറിയാൽ അടുത്ത റെസിസ്റ്റൻസ് 460 to 520 റേഞ്ചിലൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവലും സെയിം നമ്മൾ ഈ പറഞ്ഞ ലെവൽസിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പാറ്റേൺ സെറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, നമുക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡേറ്റ. ഈ ആഴ്ചത്തെ ഡേറ്റയും കൂടെ ഇത് തന്നെയാണ്. മാർക്കറ്റിൻ്റെ ലെവൽസ് നോക്കിയിട്ട് മേളിലേക്ക് പോയാൽ അടുത്ത ലെവലായിട്ടുള്ള 600ലേക്ക് 24,600നെ കുറിച്ച് ആലോചിക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 24,100 ഓർ 24,000നെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ്. സോ റേഞ്ചസ് കംപ്ലീറ്റ്ലി പറഞ്ഞു. മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഈ ആഴ്ചത്തെ ഡേറ്റയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ബാങ്കിങ് സെക്ടറിൻ്റെ മൂവ്മെൻറ്റും നമ്മുടെ ഒന്നാമത്തത് ബാങ്കിങ് സെക്ടർ, രണ്ടാമത്തത് മെറ്റൽ സെക്ടർ, മൂന്നാമത്തെയും നാലാമത്തെ IT സെക്ടർ ആൻഡ് ഓട്ടോ സെക്ടറാണ്. ഫെസ്റ്റിവൽ സീസൺസ് വരുന്നുണ്ട്. അപ്പോൾ മുന്നിലേക്ക് വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ബുക്കിങ്സ് വരാം. അപ്പോൾ M&M, ടാറ്റ മോട്ടോഴ്സ് പോലുള്ള സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്.
IT കമ്പനിയായിട്ടുള്ള ഇൻഫീം TCSൻ്റെ അകത്തും നമുക്ക് വാച്ച് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ വലിയ ഡേറ്റാസ് ഇല്ല. ഇതൊക്കെ ലോങ് ടേം ടു ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റോക്സ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അഗ്രസീവ് ആയിട്ടുള്ള കുറേ സ്റ്റോക്സ് അല്ലാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട്. മൈൻഡ് ട്രീ, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്, LNT ഒക്കെ നോക്കുന്നുള്ളതാണ്. LNT, ടൈറ്റൻ ഒക്കെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റോക്സ് LNT, ടൈറ്റൻ വാച്ച് ലിസ്റ്റിൽ വയ്ക്കുക എന്നുള്ളതാണ്. കൊഫോർജ്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ്, മൈൻഡ് ട്രീ പോലുള്ള സ്റ്റോക്സ് നമുക്കല്ലാണ്ട് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെ ശ്രദ്ധിക്കുന്ന ബിഗിനർ അല്ലാത്ത ഒരു വ്യക്തിക്ക്, ചാർട്ട് കൃത്യമായിട്ട് നോക്കുന്ന ഒരു വ്യക്തിക്കൊക്കെ ഈ സ്റ്റോക്കുകൾ നോക്കുക എന്നുള്ളതാണ്. ഞാൻ കുറച്ച് കൂടുതൽ ഡേറ്റാസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ മാർക്കറ്റിൽ നല്ല അനാലിസിസ് കിട്ടാനുള്ള സാധ്യതകളുള്ള സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ അവിടെ പറഞ്ഞു തന്നത്. ചാർട്ട് അനാലിസിസ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനുള്ളിൽ ടെലിഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലി ഞാനാണെങ്കിലോ ഗ്രൂപ്പിനുള്ളിൽ നോളജുള്ള അഡ്മിൻസ് ആണെങ്കിലോ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പിലേക്ക് വരിക. പ്രത്യേകിച്ച് ടെലിഗ്രാം ഓർ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ്. ടെലിഗ്രാം ആയിരിക്കും ഏറ്റവും കംഫർട്ടബിൾ. ഒരു സ്കാമും അല്ല. അവിടെ വളരെ ജെന്യുവൻ ആയിട്ടുള്ള നോളജ് ഷെയറിംഗ് ആണ്. ഏതൊരു ബിഗിനറിനും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാനും ആ ഗ്രൂപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ് അവിടെ ഇരിക്കുന്നത് തന്നെ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓണാവധി ആയതുകൊണ്ട് 2 ദിവസത്തേക്ക് വീഡിയോ കാണണം എന്നില്ല. ഓഡിയോ ചിലപ്പോൾ ഉണ്ടാവും. സോ വെൻസ്ഡേക്ക് ശേഷം നമുക്ക് പ്രീ മാർക്കറ്റ് വീഡിയോയുമായിട്ട് എത്താം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.